നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യുക്രൈൻ അതിർത്തി പ്രദേശങ്ങളിൽ റഷ്യൻ ആക്രമണങ്ങൾ ശക്തമായി തുടരുകയാണ്. പ്രത്യേകിച്ചും കിഴക്കൻ യുക്രൈനിലെ ഖാർക്കീവ് പോലുള്ള നഗരങ്ങളിൽ റഷ്യ ഡ്രോണുകളും മിസൈലുകളും ഗൈഡഡ് ബോംബുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി പല റിപ്പോർട്ടുകളും പറയുന്നു. ഇതിനിടെ യുക്രൈൻ തലസ്ഥാനമായ കീവിനെ ലക്ഷ്യമിട്ട് റഷ്യ റെക്കോർഡ് തോതിലുള്ള വ്യോമാക്രമണവും നടത്തി. ഇത് യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ വ്യോമാക്രമണങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. യുക്രൈൻ വ്യോമ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും റഷ്യയുടെ വലിയ തോതിലുള്ള ആക്രമണങ്ങളെ പൂർണ്ണമായി തടയാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ റഷ്യൻ ആക്രമണങ്ങളെ ശക്തമായി ചെറുക്കുന്നുവെന്ന് യുക്രൈൻ അവകാശപ്പെടുന്നു. റഷ്യൻ സൈനിക നീക്കങ്ങളെ തടയുന്നതിൽ തങ്ങൾ വിജയിച്ചുവെന്നും റഷ്യയുടെ നിരവധി ഡ്രോണുകളും മിസൈലുകളും നിരന്തരം തങ്ങൾ വെടിവെച്ച് വീഴ്ത്തുന്നുണ്ടെന്നും യുക്രൈൻ സൈന്യം അറിയിച്ചു. റഷ്യൻ നാവികസേനയുടെ ഉപമേധാവി അടക്കം 10 സൈനിക ഉദ്യോഗസ്ഥർ യുക്രൈന്റെ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന വാർത്തയും പുറത്തുവന്നിട്ടുണ്ട്. കുർസ്കിലെ കൊരേനവോയിലുള്ള റഷ്യൻ കമാൻഡ് പോസ്റ്റിൽ യുക്രൈൻ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഈ സൈനികർ കൊല്ലപ്പെട്ടത്. റഷ്യൻ ഭാഗത്തു നിന്ന് ഇതുവരെ ഇതിനോട് ഔദ്യോഗിക പ്രതികരണം ഉണ്ടായിട്ടില്ല. യുദ്ധം മൂലം ഏറ്റവുമധികം ദുരിതം അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളാണ്. ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് തങ്ങളുടെ വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു. യുനിസെഫിന്റെ കണക്കനുസരിച്ച് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം പ്രതിവാരം 16 കുട്ടികളെങ്കിലും യുദ്ധക്കെടുതിക്ക് ഇരകളാകുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. ഇരുപക്ഷവും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത് സമാധാന ശ്രമങ്ങൾക്ക് തടസ്സമാകുന്നുണ്ട്. കരിങ്കടലിൽ വെടിനിർത്തൽ ധാരണ അംഗീകരിച്ചതായി അമേരിക്ക നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും റഷ്യ തങ്ങളുടെ മേലുള്ള ഉപരോധങ്ങൾ പിൻവലിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയും തങ്ങളുടെ രാജ്യങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ ഈ സംഘർഷം എത്ര കാലം കൂടി നീണ്ടു നിൽക്കുമെന്നത് അനിശ്ചിതത്വത്തിലാണ്.